നമസ്കാരം രാജലക്ഷ്മി അമ്മേ. ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. ഇത് വർഷം തോറും നടക്കുന്ന ചടങ്ങല്ലേ. ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ ഉടൻ തന്നെ ഉടവാള് കൈമാറും. മീനാക്ഷി 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 കണ്ണു തുറക്ക്. മീനാക്ഷി മോളെ മോളെ മീനാക്ഷി എഴുന്നേക്ക്. മോളെ മീനാക്ഷി മീനാക്ഷി എഴുന്നേക്ക്. മോളെ എഴുന്നേക്ക് മീനാക്ഷി മോളെ. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്ക് പിന്നാലെ ആരും ഇതിനകത്ത് കയറിയിട്ടുണ്ട്. മീനാക്ഷി 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 കണ്ണു തുറക്ക്. മീനാക്ഷി എന്താ മോളെ? മീനാക്ഷി എഴുന്നേക്ക്. ദൈവമേ ചതിച്ചോ? നിങ്ങൾ കണ്ടോ? നിലവറ തുറന്നു കിടക്കുന്നു. അയ്യോ, ഞാനേ ഇത് അമ്മയോട് പറയട്ടെ. എന്റെ ദേവി, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? മോളെ മോളെ, ഇന്നിവിടെ ഭൂകമ്പം നടക്കും. കൂട്ടുനിന്ന് എന്റെ പേരില് എന്റെ ജീവിതം കട്ടപ്പുകയാവും. ഈശ്വര. മോളെ മീനാക്ഷി 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 കണ്ണു തുറക്ക്. എഴുന്നേക്ക് മീനാക്ഷി. മീനാക്ഷി, ഇവിടെ അല്പം മുമ്പ് ഒരു കുടുംബ പ്രശ്നമുണ്ടായി. അതാ ആചാരപ്രകാരമുള്ള വിളക്കുകളും മറ്റും ഒരുക്കാതിരുന്നത്. തിരുമേനി ക്ഷമിക്കണം. ഉടനെ തന്നെ വിളക്കുകളും മറ്റും തെളിയിക്കാം. ആചാരപ്രകാരം തന്നെ ഉടവാൾ കൈമാറ്റം നടക്കും. സാരമില്ല രാജലക്ഷ്മി അമ്മേ, ഇതെല്ലാ കൊല്ലം ഇവിടെ നടക്കണല്ലേ. സാവകാശം കാര്യങ്ങൾ നടത്തിയാ മതി. അതാണോ അതിന്റെ ശരി? എന്ത് കുടുംബ പ്രശ്നം ഉണ്ടായാലും ഇതിനല്ലേ പരിഗണന കൊടുക്കേണ്ടത്. മീനാക്ഷി മോളെ, എഴുന്നേക്ക്. മോളെ മീനാക്ഷി മീനാക്ഷി, അയ്യോ മോളെ മോളെ എന്താ പറ്റിയേ? മോക്ക് ഉഴപ്പൊന്നുമില്ല. മാലതി, നീ ഇച്ചിരി വെള്ളം കൊടുത്തേ, അവള് കുടിക്കട്ടെ. കൊടുക്ക. മീനാക്ഷി, മോക്കിതെന്തു പറ്റിയതാ? അച്ഛൻ മീനാക്ഷി നോക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ മുഴുവൻ അരിച്ചു പറക്കി, പക്ഷെ മീനാക്ഷിയെ കണ്ടില്ല. ഒടുവില് ഞാൻ ഈ നിലവറയുടെ മുമ്പിലേക്ക് ഓടിയെത്തി. അല്ല, ഇവിടെ മീനാക്ഷി ഉണ്ടാവുന്ന മാലതിക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ എല്ലായിടത്തും നോക്കുമ്പോ ഇവിടെ നോക്കണ്ടേ? അങ്ങനെ വന്നപ്പോ ദേ ഇവിടെ ബോധം കെട്ട് കിടക്കുന്നു. മീനാക്ഷി മോളെ മീനാക്ഷി മോളെ മീനാക്ഷി. അമ്മേ, നിലവറ തുറന്നു കിടക്കുക. അകത്തെല്ലായിടത്താ നോക്ക്. മോനെ കാർത്തി, കാരണം ആ വാളിരിക്കുന്നിടത്ത് സപ്തമാത്മാക്കളുടെ സാന്നിധ്യമുണ്ട്. അതിവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ, അത് നഷ്ടപ്പെട്ട ആ നിമിഷം മുതൽ ഇവിടെ പല ദുർമരണങ്ങളും നടക്കും. വാളെപ്പോ പോയോ ആ നിമിഷത്തിൽ ദുർമരണങ്ങൾ വരെ നടക്കാൻ സാധ്യതയുണ്ട്.
അത് കണ്ടെത്തുന്നത് വരെ ഈ തറവാടിന് നാശമായിരിക്കും. ഇതൊക്കെ ഇവരുടെ അഭ്യാസ തിരുമേനി. മനഃപൂർവ്വം ഭക്തജനങ്ങളെ അപമാനിക്കാൻ. മിസ്റ്റർ, ഞങ്ങളിവിടെ നിയന്ത്രണം എടുത്ത് നിൽക്കുക. താൻ ഏത് കൊമ്പത്തെ ആളായാലും മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാകാതിരിക്കണം അനന്തഗോപൻ സാറേ. ചെമ്പകമംഗലത്തുകാർ അന്തസ്സും അഭിമാനവും സംസ്കാരവുമുള്ളവരാ. അവർ മനഃപൂർവ്വം അങ്ങനെയൊന്നും പറയില്ല. ഞാൻ പറയുന്നത് എല്ലാവരും ഗൗരവത്തിലെടുക്കണം. ആ ഐശ്വര്യവാൾ ഉടനെ തന്നെ കണ്ടെത്തണം. അത് ചെമ്പകമംഗലത്ത് നിലവറയിൽ ഇരുന്നില്ലെങ്കിൽ ഈ തറവാട് ശപിക്കപ്പെടും. അത് സർവനാശത്തിലേക്ക് പതിക്കും. രാജലക്ഷ്മി, അയ്യോ, അമ്മേ, രാജലക്ഷ്മി, അമ്മേ. എന്തു പറ്റി? എഴുന്നേക്കമ്മേ. അമ്മേ, കണ്ണ് തുറക്ക്. അമ്മേ, രാജലക്ഷ്മി, അമ്മേ, കണ്ണ് തുറക്കമ്മേ. അമ്മേ, എഴുന്നേക്കമ്മേ. എഴുന്നേക്കമ്മേ. അമ്മേ, അമ്മേ. രാജലക്ഷ്മി, അമ്മേ, കണ്ണ് തുറക്കമ്മേ. അമ്മേ, എഴുന്നേറ്റേ. അമ്മേ, ഞാനാ വിളിക്കാമേ. കണ്ണ് തുറക്ക്. രാജലക്ഷ്മി, ചേച്ചി, അമ്മേ, അച്ഛാ. എന്തു പറ്റി? അമ്മേ, കണ്ണ് തുറക്കമ്മേ. രാജലക്ഷ്മി, അയ്യോ, എഴുന്നേക്ക് രാജലക്ഷ്മി, അമ്മേ. രാജലക്ഷ്മി.